ഹായ് ഓൾ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരുപാട് നാളായ വീഡിയോസൊക്കെ ഇട്ടിട്ട് ഭയങ്കര മടി പിടിച്ച് അങ്ങനെ ഇരിക്കുകയായിരുന്നു. പനിയും ജലദോഷമൊക്കെ ആയിട്ട് അങ്ങനെ സൈഡായിപ്പോയി. പിന്നെ അങ്ങനെ കുറേ ദിവസങ്ങൾ പോയി. പിന്നെ മടി പിടിച്ച് കുറേ ദിവസങ്ങൾ പോയി. പിന്നെ എന്താ, ഇവിടെ നല്ല മഴയാണ്. അതാണ് ഇവിടുത്തെ വലിയ വിശേഷം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, നമ്മൾ സ്കൂളൊക്കെ തുറക്കാറായല്ലോ മക്കൾക്ക്. സ്കൂളിലേക്ക് വേണ്ടി വാങ്ങിയ കുറച്ച് സാധനങ്ങളൊക്കെ കാണിക്കുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ അന്നേ ദിവസത്തെ രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള വിശേഷങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ നിങ്ങൾ കണ്ടു നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് വീഡിയോ കുറിച്ചുള്ള നല്ല അഭിപ്രായങ്ങളായാലും മോശാഭിപ്രായമായാലും എന്തായാലും അത് കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ നമ്മളിന്ന് സിറ്റിയിലേക്ക് പർച്ചേസിനായിട്ട് പോകാമെന്ന് വിചാരിച്ച ദിവസമാണ്. അപ്പോൾ ഉച്ചയ്ക്ക് ശേഷമാണ് കേട്ടോ പോകാമെന്ന് വിചാരിച്ചത്. അപ്പോൾ അതിന് മുമ്പായിട്ട് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിയണം. പിന്നെ അലക്കാനുള്ളത് ആദ്യം തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കിച്ചണിലെ പണികളൊക്കെ കഴിയുമ്പോഴേക്കും അലക്കും കഴിഞ്ഞിട്ടുണ്ടാവുമല്ലോ. പിന്നെ ലഞ്ച് റെഡിയാക്കണം. ലഞ്ചൊക്കെ കഴിച്ചതിന് ശേഷം ഇറങ്ങാമെന്നാണ് പ്ലാൻ. അപ്പോൾ പെരിഞ്ജീരകം കുറച്ച് വറുത്തിട്ട് ഒന്ന് പൊടിച്ച് വെക്കുകയാണ് കേട്ടോ. പൊടിച്ചതൊക്കെ തീർന്നു പോയി. അങ്ങനെ പെരിഞ്ജീരകമൊക്കെ പൊടിച്ച് റെഡിയാക്കി. അപ്പോൾ അതൊന്ന് തണുത്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് നിരത്തി ഇട്ട് കൊടുത്തതാണ്. നമ്മൾ ചൂടോട് കൂടിയിട്ട് ബോട്ടിലൊക്കെ ആക്കി വെച്ചാൽ പെട്ടെന്ന് പൂത്തു പോകത്തില്ലേ. അപ്പോൾ അതുകൊണ്ട് ഒന്ന് തണുക്കാൻ വേണ്ടി നിരത്തിയിട്ടതാണ്. ഇനിയിപ്പോൾ ഫിഷാണ് കേട്ടോ ഇന്ന് വെക്കാൻ പോണത്. അപ്പോൾ ഫിഷ് കറിയുണ്ട്, പിന്നെ ഫിഷ് ഫ്രൈയും റെഡിയാക്കണം. ഇപ്പോൾ ചെറിയ ചെന്നവരയില്ലേ, എന്താ പറയുക, ചിലയിടങ്ങളിൽ കിളിമീൻ എന്ന് പറയും. പിന്നെ നമ്മളെ കാസർഗോഡാണെങ്കിൽ പൊയ്നാട്ടി എന്ന് പറയും. അപ്പോൾ ആ ഒരു മീൻ. ഇപ്പോൾ ഫിഷ് ഫ്രൈയിലേക്കുള്ള മസാലയാണ് കേട്ടോ റെഡിയാക്കുന്നത്. അതിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ നിങ്ങൾ കണ്ടല്ലോ. കുറച്ച് കറിവേപ്പില, കുഞ്ഞുള്ളി, വെളുത്തുള്ളി, ഇഞ്ചിയൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ 2 പച്ചമുളകും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് പേസ്റ്റ് ആക്കി എടുക്കുകയാണ്. അപ്പോൾ കുറച്ച് വിനെഗറും കൂടി ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കുറച്ച് അധിക ദിവസം നമുക്കിത് കേടുകൂടാതെ വെച്ചിരിക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയാണ് വിനാഗിരി ചേർത്ത് കൊടുത്തത്. അല്ലെങ്കിൽ നാരങ്ങാ നീര് ചേർത്താലും മതി. ഇതിലേക്ക് കുറച്ച് കായപ്പൊടിയും ഉലുവാപ്പൊടിയും പിന്നെ പെരിഞ്ജീരകപ്പൊടിയും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഒക്കെ ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ഞാൻ അരച്ചെടുത്തിട്ടുള്ളൂ. പേസ്റ്റ് പോലെ ആക്കി എടുത്തിട്ട് അതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുത്തതാണ്. ബാക്കിയൊന്നും അരയ്ക്കേണ്ട ആവശ്യമില്ലല്ലോ, നല്ല ഫൈനായിട്ട് പൊടിച്ച സാധനങ്ങളാണല്ലോ. ഉപ്പും കൂടി ചേർത്തിട്ട് ഞാൻ ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കുകയാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഫിഷൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഈ ഒരു മസാല ഒന്ന് പുരട്ടി വെച്ചിട്ട് ഫ്രൈ ചെയ്യേണ്ട താമസമേ ഉള്ളൂ. അപ്പോൾ അതിന് വേണ്ടി കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കി ആ ഒരു പാത്രത്തിൽ തന്നെ ഉണ്ട്, കാരണം അതിലേക്ക് മീൻ ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇത് മാരിനേറ്റ് ചെയ്തിട്ട് ഒരു 10-20 മിനിറ്റ് വെച്ചിരുന്നാൽ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ പെട്ടെന്ന് ഫ്രൈ ചെയ്തെടുത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇനിയിപ്പോൾ ഫിഷ് കറി റെഡിയാക്കാൻ പോവുകയാണ്. അപ്പോൾ മൺചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടൊന്ന് ചുറ്റിച്ചെടുത്തു. അതിലേക്കൊരു 1/4 ടീസ്പൂൺ ഉലുവയിട്ടൊന്ന് പൊട്ടിച്ചതിന് ശേഷം അതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചേർത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുത്തു. ഇതിലേക്ക് ഒരു സവാള ചെറുതായിട്ട് നുറുക്കിയത് ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട് പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട്. സവാളയ്ക്ക് പകരം ഒരു കൈപ്പിടിയോളം കുഞ്ഞുള്ളി അരിഞ്ഞത് ചേർത്താലും നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു കറി. അപ്പോൾ അതാ ചോറ് റെഡിയായി കഴിഞ്ഞു. ഇനിയിപ്പോൾ ഫിഷ് കറിയും കൂടി റെഡിയാക്കാനുണ്ട്. പിന്നെ ഏതെങ്കിലും ഒരു തോരനും കൂടി റെഡിയാക്കണം എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ സവാള ഒന്ന് വഴന്ന് വന്നില്ലേ, അതിലേക്ക് നമുക്കിനി ഒരു ചെറിയ തക്കാളിയും കൂടി അരിഞ്ഞത് ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ അതവിടെ ഞാൻ മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. വഴന്ന് വരട്ടെ. ആ ഒരു സമയം കൊണ്ട് നമ്മൾ ഒന്ന് സ്നേഹിക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് ഫേസ് പാക്ക് ഒന്ന് അപ്ലൈ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ റെഡിയാക്കി എടുത്തതാണ് കേട്ടോ ഈ ഒരു ഫേസ് പാക്ക്. വേറൊന്നുമല്ല, നമ്മൾ ഓറഞ്ചില്ലേ, ഓറഞ്ചിൻ്റെ തൊലി ഉണക്കി പൊടിച്ചതും പച്ച ചെറുപയർ നന്നായിട്ട് കഴുകിയിട്ട് ഉണക്കിയതിന് ശേഷം പൊടിച്ചെടുത്തതാണ്. നല്ല ഫൈനായിട്ട് പൊടിച്ചെടുത്തതും അത്രയും കൂടി ചേർത്തിട്ട് വെള്ളത്തിലാണ് കേട്ടോ മിക്സ് ചെയ്തെടുക്കുന്നത്. എന്നിട്ട് നമുക്ക് ഫേസ് പാക്കായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഒരു 10-20 മിനിറ്റ് അതൊന്ന് ഡ്രൈ ആയി വരുന്നത് വരെ വെച്ചിരുന്നിട്ട് നമുക്കിത് കഴുകിക്കളയാം. നല്ലൊരു ഗ്ലോയിങ് കിട്ടും. പിന്നെ ചെറിയ കുരുക്കളൊക്കെ ഉണ്ടെങ്കിൽ മാറിക്കിട്ടും. പിന്നെ ഫിഷ് കറിയിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും പിന്നെ പെരിഞ്ജീരകപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ, വേറൊന്നുമില്ല. അതൊന്ന് തിളച്ച് വരുമ്പോഴേക്കും അതിലേക്ക് മീനിട്ട് കൊടുക്കാം.
പിന്നെ ലഞ്ച് കഴിക്കുന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. ലഞ്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ പിന്നെ നേരെ യാത്ര തിരിച്ചു. അപ്പോൾ മക്കളോടൊപ്പം എന്തായാലും പുറത്തിറങ്ങിയതല്ലേ, അപ്പോൾ ഇന്നൊരു മൂവിയും കൂടി കാണാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ലാലേട്ടൻ്റെ തുടരും ഫിലിം കണ്ടു. അപ്പോൾ ആദ്യം മൂവി കണ്ടിട്ട് പർച്ചേസിന് പോകാമെന്നാണ് കരുതിയത്. കാരണം ഇല്ലെങ്കിൽ ഈ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് നമ്മൾ അതും കൊണ്ട് തിയേറ്ററിൽ പോയിട്ടിരിക്കുക എന്ന് വെച്ചാൽ അതൊരു കംഫർട്ടല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് പിന്നീട് സാധനം വാങ്ങാമെന്ന് കരുതി. പിന്നെ തിയേറ്ററിൻ്റെ ഉള്ളിലേക്ക് സാധനങ്ങളൊന്നും വേസ്റ്റ് ഒന്നും കൊണ്ടുപോകാമെന്ന് കരുതിയിട്ട് നമ്മൾ പോയ പാടന്നെ എന്തായാലും കഴിക്കാനായിട്ടിരുന്നു കേട്ടോ. ചെറിയൊരു സ്നാക്കും ചായയൊക്കെ അവിടെ നിന്ന് കഴിച്ചു. അങ്ങനെ നല്ലൊരു ഫാമിലി എൻ്റർടൈനർ മൂവി ആയിരുന്നു. അതൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ പിന്നെ നേരെ പർച്ചേസിന് വേണ്ടിയിട്ട് ഇറങ്ങി. ട്രിവാൻഡ്രം പുളിമൂടിലുള്ള മാവേലി സ്റ്റുഡൻസ് മാർക്കറ്റിലേക്കാണ് കേട്ടോ പോയത്. സെക്രട്ടേറിയറ്റിലെ സ്റ്റാഫുകളുടെ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയാണിത്. അപ്പോൾ അവിടെ ആവുമ്പം എല്ലാ സാധനങ്ങളും ഒരു ഷോപ്പിൽ നിന്ന് തന്നെ നമുക്ക് വാങ്ങുകയും ചെയ്യാം. 50-70% ഡിസ്കൗണ്ടും ഉണ്ട് ഓരോ സാധനങ്ങൾക്കും. എല്ലാ നോട്ട്ബുക്കും ഇവിടെ ഉണ്ട് കേട്ടോ. പേപ്പർ ഗ്രിഡിൻ്റെ ആയാലും നമ്മുടെ ക്ലാസ്മേറ്റ്സിൻ്റെ ഒക്കെ ആയാലും നല്ല നോട്ട്ബുക്കുകളെല്ലാം ഉണ്ട്. മക്കൾക്ക് പിന്നെ സ്കൂൾ ഗ്രൂപ്പിൽ മെസ്സേജ് വരുമല്ലോ നമുക്ക് ഏതൊക്കെ നോട്ട്ബുക്ക് വേണ്ടതെന്നൊക്കെ. അപ്പോൾ അതിൻ്റെ ലിസ്റ്റൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാ നോട്ട്ബുക്കും അവർ വാങ്ങി. പിന്നെ അത്യാവശ്യമുള്ള സാധനങ്ങളെല്ലാം വാങ്ങുന്നുണ്ട്. പൗച്ച്, ബാഗ്, പിന്നെ റബ്ബർ, സ്കെയില്, കട്ടർ, അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ചെറുതും വലുതുമായ എല്ലാ സംഭവങ്ങളും അവർ പർച്ചേസ് ചെയ്തു. പിന്നെ ടിഫിൻ ബോക്സൊക്കെ അവർക്ക് മുമ്പത്തെ കൊല്ലത്തത് തന്നെ ഉണ്ട്. കാരണം അത് സ്റ്റീലിൻ്റെയാണ്. അപ്പോൾ നമുക്ക് കുറേ കാലം ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് അത് വാങ്ങിയിട്ടൊന്നുമില്ല. പിന്നെ കുട, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വാങ്ങി. പിന്നെ ബ്ലാക്ക് ഷൂ, വൈറ്റ് ഷൂ അതൊക്കെ പിന്നീട് വാങ്ങാമെന്ന് കരുതി. എല്ലാം അവിടെ തന്നെ ഉണ്ട് കേട്ടോ. നല്ല ബ്രാൻഡഡ് ഷൂസും എല്ലാ സാധനങ്ങളും അവൈലബിൾ ആണ്. പിന്നെ നല്ല തിരക്കും ഉണ്ടായിരുന്നു നമ്മൾ പോയ സമയത്ത്. പിന്നെ ഇവിടെ മക്കൾക്ക് പെൻസിൽ ബോക്സിനേക്കാളും ഇഷ്ടം പൗച്ചാണ്. അപ്പോൾ അവർ അതൊക്കെ നോക്കുന്നുണ്ട്. പിന്നെ പേനയൊക്കെ വാങ്ങുന്നുണ്ട്. അപ്പോൾ അത് ഇങ്ങനെ മൊത്തത്തിൽ ഒരു പാക്കറ്റായിട്ട് തന്നെ വാങ്ങി. ഒരു പാക്കറ്റ് കുറച്ച് നാൾ നിൽക്കുമല്ലോ. അപ്പോൾ അത് തീർന്നതിന് ശേഷം എന്തായാലും വാങ്ങേണ്ടി വരും. കാരണം സ്കൂൾ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പേനയൊക്കെ ഇങ്ങനെ ചെറുപറാ തീരുമല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരുമിച്ചെടുത്തതാണ്. അപ്പോൾ സാധനങ്ങളൊക്കെ വാങ്ങിക്കഴിഞ്ഞു. അപ്പോഴേക്കും ഏകദേശം ഒരു 8 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളിവിടെ നിന്ന് തന്നെ ഫുഡ് കഴിച്ചിട്ട് പോകാമെന്ന് കരുതി. അപ്പോൾ ലൈറ്റായിട്ട് ദോശയും വടയും ചമ്മന്തിയും സാമ്പാറൊക്കെ ആയിട്ട് നല്ലൊരു ഡിന്നർ അങ്ങ് കഴിച്ചു. നമ്മൾ കോഫി ഹൗസിൽ നിന്നാണ് കേട്ടോ കഴിച്ചത്. അങ്ങനെ നമ്മുടെ വൺ ഡേ ഔട്ടിംഗ് അല്ലെങ്കിൽ ബാക്ക് ടു സ്കൂൾ പർച്ചേസ് ഇവിടെ പൂർണ്ണമാവുകയാണ്. അപ്പോൾ നേരെ തിരിച്ച് ബസ് പിടിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. നമ്മൾ ബസ്സിൽ കയറിയപ്പോഴേക്കും ചെറിയ മഴയും തുടങ്ങി. അപ്പോൾ നമ്മൾ വീട്ടിലെത്തി കഴിഞ്ഞിട്ട് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ് വാങ്ങിയെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഞാനിതാ മോളോട് പറഞ്ഞു സാധനങ്ങളൊക്കെ ഒന്ന് വീഡിയോ എടുക്കട്ടെ എന്ന്. ഭയങ്കര സന്തോഷത്തോടെ എടുത്തുകൊണ്ട് വരുന്നുണ്ട്. മക്കൾക്ക് അങ്ങനെയാണല്ലോ, പുതിയ സാധനങ്ങളൊരു പെൻസിലായാലും പേനയായാലും അവർക്ക് പുതിയത് കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും. സ്കൂൾ തുറക്കുന്ന ആ ഒരു സമയം വരെയും ഇതിങ്ങനെ എടുത്ത് നോക്കലായിരിക്കും. ഇതിങ്ങനെ മണപ്പിച്ച് നോക്കുക, കൊണ്ടുപോകാൻ വേണ്ടി തയ്യാറാക്കി വെക്കുക, ഇതൊക്കെയാണ് ഇപ്പോൾ ഇവിടുത്തെ ഒരു മെയിൻ പണി. അങ്ങനെ വീഡിയോയ്ക്ക് വേണ്ടി മോള് ഓരോന്നായിട്ട് കാണിച്ചു തരികയാണ് കേട്ടോ.
പിന്നെ സ്കൂൾ ബാഗ് ഇപ്പോൾ തൽക്കാലം ഒരാൾക്കേ വാങ്ങിയിട്ടുള്ളൂ. കാരണം എന്ന് വെച്ചാൽ വലിയ ആള് +2 കഴിഞ്ഞു. പിന്നെ റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ടൈമിലാണ് നമ്മൾ ബാഗൊക്കെ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയത്. അൽഹംദുലില്ലാ മാഷാ അല്ലാഹ് അവളുടെ റിസൾട്ടൊക്കെ വന്നു. 93% മാർക്ക് ഉണ്ട് അവൾക്ക്. ഇനിയിപ്പം പുതിയ അഡ്മിഷനൊക്കെ ആയി കോളേജിലൊക്കെ ചേർന്നതിന് ശേഷം മതിയല്ലോ അവൾക്കുള്ള ബാഗും കാര്യങ്ങളൊക്കെ. അപ്പോൾ അവൾക്കുള്ളതൊക്കെ അഡ്മിഷനൊക്കെ ആയി കഴിഞ്ഞതിന് ശേഷം വാങ്ങാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ബാഗ് നല്ല അടിപൊളി ബാഗാണ് കേട്ടോ. അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായി. ഞാൻ തന്നെയാണ് ഇത് സെലക്ട് ചെയ്തത്. അപ്പോൾ മോൾക്കും അത് നല്ല ഇഷ്ടമായി. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നല്ല സ്പേസ് ഒക്കെ ഉണ്ട്. 2 വലിയ അറയും പിന്നെ ചെറിയ ഒരു ഇതൊക്കെ പൗച്ചൊക്കെ വെക്കാനുള്ള ഒരു സംഭവം, എല്ലാ കാര്യങ്ങളും ഉണ്ട്. വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ നമുക്ക് ഇത്രയും സാധനങ്ങൾ വാങ്ങാൻ കിട്ടിയപ്പോൾ തന്നെ ഭയങ്കര ഹാപ്പിയായി എല്ലാവരും. പിന്നെ ഈ ഒരു ബൈൻഡിങ് പേപ്പറായിട്ട് ഒരു പ്ലാസ്റ്റിക് ടൈപ്പാണ് കേട്ടോ റോളായിട്ടുള്ളത് വാങ്ങുന്നത്. ഇപ്പോൾ മുമ്പ് വാങ്ങിക്കൊണ്ടിരുന്നത് ബ്രൗൺ പേപ്പറാണ്. അപ്പോൾ ഇതാവുമ്പം നനയുന്നുള്ള ഒരു പേടി വേണ്ട. ബുക്സൊക്കെ നല്ല നീറ്റായിട്ട് നമ്മൾ ബൈൻഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് കീറി പോകത്തൊന്നുമില്ല, കുറേ നാളത് ലാസ്റ്റ് ചെയ്യും. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് കേട്ടോ നമ്മൾ തൽക്കാലം പർച്ചേസ് ചെയ്തത്. അപ്പോൾ ഇനിയിപ്പം മറ്റ് സാധനങ്ങളൊക്കെ പിന്നീട് വാങ്ങാമെന്ന് വിചാരിക്കുകയാണ് ഇൻഷാ അല്ലാഹ്. ഇപ്പോൾ ഈ ഒരു വീഡിയോയ്ക്ക് വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്തുള്ള വീഡിയോ ആണ് കേട്ടോ ഇത്. ഞാൻ പെട്ടെന്നൊന്ന് ഷൂട്ട് ചെയ്തിട്ടതാണ്. ഇവിടെ ഭയങ്കര മഴയും കാറ്റും ഒക്കെയാണ്. അപ്പോൾ കാറ്റെന്ന് വെച്ചാൽ കൊടുങ്കാറ്റ് പോലത്തെ സംഭവമാണ് അടിക്കുന്നത്. അപ്പോൾ കറണ്ടും ഇല്ല, അപ്പോൾ വെള്ളവും ഇല്ല. ആ ഒരു അവസ്ഥയിലാണ് കേട്ടോ പോണത്. അപ്പോൾ നമ്മളെ ചുറ്റുവട്ടത്തുള്ള മരങ്ങളൊക്കെ വീണിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കോമ്പൗണ്ടിനകത്തുണ്ടായിരുന്ന ഒരു മുരിങ്ങ മരത്തിൻ്റെ കൊമ്പൊക്കെ ഒടിഞ്ഞു വീണു. പിന്നെ മൈലാഞ്ചിയൊക്കെ ഇങ്ങനെ തലവത്തിന് കിടക്കുന്നുണ്ട്. എന്തായാലും പടച്ചോൻ സഹായിച്ച് അത്രയൊക്കെ സംഭവിച്ചിട്ടുള്ളൂ. പക്ഷെ എന്തായാലും നിങ്ങളെല്ലാവരും സൂക്ഷിക്കുക, എല്ലാവരും സേഫായിട്ടിരിക്കുക. വഴിയോരങ്ങളിലൊക്കെ മതിലുകളും ഒക്കെ വീഴുന്നുണ്ട്. പിന്നെ മരങ്ങൾ മുറിഞ്ഞിട്ട് ലൈൻ കമ്പിയിൽ കൂടെയൊക്കെ വീണ് കിടക്കും. അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കുക, സേഫായിട്ടിരിക്കുക, കുട്ടികളൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ മാവിലുണ്ടായിരുന്ന മാങ്ങകളൊക്കെ പഴുക്കുന്നതിന് മുമ്പ് തന്നെ പച്ചയ്ക്ക് തന്നെ കാറ്റടിച്ചെല്ലാം താഴെ പോരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇപ്പോൾ കാലാവസ്ഥയിലൂടെ നമ്മൾ കടന്നു പോണത്. വല്ലാത്തൊരു മാറ്റം തന്നെയാണ്. അപ്പോൾ എന്തായാലും സ്കൂളൊക്കെ തുറക്കാനുള്ള സമയമായി. മക്കളെയൊക്കെ വിടാൻ വേണ്ടിയിട്ട് ഒരു നല്ല ടെൻഷനുണ്ട്. അപ്പോൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സൊക്കെ സേഫായിട്ട് ഇരിക്കുന്നു എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ മഴ കാരണം നിങ്ങൾക്കുണ്ടായ ബുദ്ധിമുട്ടുകളൊക്കെ ഈ ഒരു വീഡിയോയുടെ താഴെ കമൻറ്റിലൂടെ അറിയിക്കണേ. അപ്പോൾ എന്തായാലും സേഫായിട്ടിരിക്കുക. അപ്പോൾ ഈ ഒരു അവസ്ഥയൊക്കെ മാറി എല്ലാം ഒന്ന് ഓക്കെ ആവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു വീഡിയോ നിർത്തുകയാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരയ്ക്കും സ്റ്റേ ട്യൂൺ, ടേക്ക് കെയർ, ബൈ.